Hi everyone, I hope you are doing well and great. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വർക്ക് ഡേ ഇൻ മൈൻ ലൈഫാണ്. സോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ദിവസം എങ്ങനെയാണെന്നാണ്. ഡ്യൂട്ടി ടൈം 8 to 8 ആണ്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തും, ഒരു 8:50 ഒക്കെ ആകുമ്പോഴത്തേനും റൂമിലെത്തും. എത്തിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വലി നമ്മൾ പോവുക, ഫ്രഷ് ആവുക, ബ്രഷ് ചെയ്യുക, കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞപ്പം ഇന്നലെ എനിക്ക് വയ്യാതായിരുന്നു. അപ്പോൾ ഇന്നലെ കുടിച്ച് വെച്ച് കഞ്ഞിൻ്റെ പ്ലേറ്റും പിന്നെ അതുപോലെ തന്നെ അച്ചാറിൻ്റെ പ്ലേറ്റും ഒക്കെ അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കഴുകാതെ. ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഞാൻ മെസ്സിൽ പോയപ്പോഴാണ് അറിയുന്നത് വായി വെക്കാൻ പറ്റാത്ത ഫുഡാണ്. അപ്പോൾ പിന്നെ കഞ്ഞി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കഞ്ഞി ആയിട്ടില്ല എന്ന് പറഞ്ഞു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ അത്രയും മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചല്ലേ. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ പിന്നെ നേരെ കയറി പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. വീട്ടിൽ നിന്ന് വരുമ്പം ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള 2 നൂഡിൽസ് പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നൂഡിൽസ് അങ്ങനെ കഴിക്കാറില്ല, എനിക്കിഷ്ടമില്ല. പക്ഷേ അവിടെ ഇങ്ങനെ നമ്മളെല്ലാവർക്കും വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്, കാരണം അവർ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. നമ്മൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ ഫസ്റ്റ് ഇയർ ഫുള്ള് നൂഡിൽസ് ആയിരുന്നു. അന്നേരം പിന്നെ മടുത്തതാണ്. പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീട്ടിലങ്ങനെ കുറേ കൊടുന്ന് സ്റ്റോക്ക് വെച്ച കാരണം ഞാൻ അതിൽ നിന്നൊരു 2 പാക്കറ്റ് കൊടുക്കുന്നുണ്ടായി. എനിക്ക് ഡെയിലി വീഡിയോസ് എടുക്കണം, അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കത് നടക്കലില്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അതിന് പറ്റാറില്ല. സോ അപ്പോൾ ഞാൻ രാവിലെ വരും, പിന്നെ ഈവനിങ് തിരിച്ചു പോവും. ഇപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഫുഡ് കഴിക്കാനാണെങ്കിലും ഉച്ചയ്ക്ക് എണീക്കണം. പിന്നെ അതുപോലെ തന്നെ അപ്പത്തന്നെ നമുക്ക് ഉറക്കമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ക്ഷീണത്തോടു കൂടി തന്നെ പിന്നെയും ഡ്യൂട്ടിക്ക് പോവുക, പിന്നെ മോർണിംഗ് വരിക, ഭയങ്കര അങ്ങനെ ഒരു ഇതായിട്ട് ഒതുങ്ങിപ്പോയി സമയം. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടീനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ. 10 ദിവസമാണ് നമുക്ക് എല്ലാ ഡ്യൂട്ടി ഷിഫ്റ്റും വരാം. 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ ഷിഫ്റ്റൊക്കെ വരാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. സോ നിങ്ങളങ്ങനെ ഒരു നഴ്സിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോളേജിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുക. സോ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, കാരണം അത് അറിയണം അവിടെ എന്തൊക്കെയാണ് ഡ്യൂട്ടി, ഹവർ എങ്ങനെയാണ്, അതുപോലെ തന്നെ 1 ഇയറിൽ എത്ര മന്ത് ഉണ്ടാവും ഡ്യൂട്ടി, ഇതൊക്കെ നമ്മൾ ചോദിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ രാവിലെ വന്നിട്ട് നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി ഇനിയിപ്പോൾ അത് കഴിക്കാൻ വന്നപ്പോൾ അത് വായി വെക്കാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി അത് ഹോട്ട് ആൻഡ് സ്പൈസി ആണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിൻ്റെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. ഞാൻ റെഡ് എനിക്ക് ഭയങ്കര സ്പൈസിയാണെന്ന് അറിയണ കാരണം അത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ ഇതും ഭയങ്കര സ്പൈസി ആയിരുന്നു, ഇതും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അന്ന് തന്നെയാണ് ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന് കൊടുന്ന ബാഗും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമുള്ളതൊക്കെ ബാഗിൽ നിന്ന് എടുക്കും, എന്നിട്ട് അതുപോലെ തന്നെ അവിടെ വെക്കും, അങ്ങനെയൊക്കെയാണ്. ഒന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ ചെയ്യാനുള്ള പണികളാണ് അതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ബെഡിലാണെങ്കിലോ ഞാൻ എൻ്റെ ഇതിൽ കിടക്കലില്ല, കാരണം ഞാൻ നിലത്താണ് കിടക്കൽ. ഫുഡ് എന്തെങ്കിലും ഫ്രഷ് ആവുക, വരിക, ഫുഡ് കഴിക്കുക, താഴെ ബെഡ് വിരിച്ചിട്ട് അവിടെ കിടക്കലാണ്, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല, കട്ടിലിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. ഈ ഒരു വലിയൊരു ഹാള് പോലത്തെ ഒരു റൂമും അതിലൊരു ഫാനാണ് ഉള്ളത്. പിന്നെ അതിൽ 10 പേരുണ്ട്, ഓരോ കോർണറിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് കാറ്റും കിട്ടില്ല. അപ്പോൾ ഫാനിൻ്റെ താഴെ ബെഡാക്കിയിട്ട് അങ്ങനെ ഞാൻ കിടക്കും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കെറ്റിലില്ലേ, അത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതുപോലെ നൂഡിൽസ്, പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ബോയിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം, അല്ലാണ്ട് ഉള്ളതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എണ്ണ ഒഴിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ ഉണ്ടാക്കാനാവില്ല, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ. 8 മണിക്ക് വന്ന ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം 10 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുഡ് കഴിക്കുന്ന സമയം കറക്റ്റല്ല, ഫുഡും കറക്റ്റല്ല, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് വരുമ്പോൾ, അത് 2 കഴിച്ച്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി, സംഭവം കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര സ്പൈസി ആയതുകൊണ്ട്. പിന്നെ എൻ്റെ റൂമിലുള്ള ഫ്രണ്ട്സും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് തന്നെയാണ്. അപ്പോൾ അവരും ആ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മെസ്സിൽ നിന്ന്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത്, അപ്പോൾ അവരതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പം
പിന്നെ അവർ നൂഡിൽസും ചിപ്സും എല്ലാം കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്കും തന്ന്. അങ്ങനെ ഞാൻ അതും കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് ഇപ്പോൾ 10:30 ആയിരിക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ എണീക്കുക ഒരു 2 മണി 2:30 ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ എണീക്കുന്നത്. ഇവിടെ രാവിലെ ഉച്ചക്കും രാത്രിയും ഒക്കെ ഉണ്ടാവുക കടലകളാണ് കേട്ടോ. ഇത്രയും കടല വർഗ്ഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പയർ വർഗ്ഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിയുന്നത്. കാരണം അത്രയും ഐറ്റംസാണ്, വെറൈറ്റി ഐറ്റംസ്, നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊന്നും എനിക്കിഷ്ടമാണ്, അതെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവരുണ്ടാക്കുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പം അത് വായി വെക്കാനേ പറ്റില്ല. അതാണ് കുഴപ്പം. അത് കാരണം ഇന്ന് എന്തായിരുന്നു, ചെറുപയറില്ല, നമ്മളിതൊക്കെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണ് കുടിക്കൽ. കഞ്ഞിയും അച്ചാറുമാണ്. ഇപ്പോൾ അച്ചാറും ഇല്ല, വെറും കഞ്ഞി മാത്രം കുടിക്കുക പോരാ. അങ്ങനെ ആയിക്കണം. ഇപ്പം അച്ചാറും വെറുത്തിക്കണം. ഇത്രയും കാലം അച്ചാർ കണ്ടിന്യൂസ് ആയിട്ട് വെറും അച്ചാറും ചോറും മാത്രം. അപ്പോൾ ഇപ്പോൾ അച്ചാറും വേണ്ടാന്നുള്ള അവസ്ഥയായിരിക്കുന്നത്. അപ്പോൾ കഞ്ഞി മുക്കി കുടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് ഇനി തിരിച്ച് പോണത് തിരിച്ച് വരുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു കുറച്ച് കഞ്ഞി കുടിച്ചാൽ എൻ്റെ റൂമിൽ എത്തുമ്പോഴത്തേനും അത് ദഹിച്ചിട്ടുണ്ടാവും. കാരണം 4th ഫ്ലോറിലാണ് റൂം വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നെത്തുമ്പോഴത്തേനും ഓൾമോസ്റ്റ് അത് ദഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വരിക, ഡ്രസ്സെല്ലാം അയൺ ചെയ്യണം, ഇനി പോവണ്ടേ. അപ്പോൾ പോകാനുള്ള സമയമായി. 8 മണിയാകുമ്പോഴത്തേനും പോകണം. പിന്നെ ഇവിടെ 6 മണിക്കൊരു പ്രയറുണ്ട്, ആ പ്രയറിന് നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. പിന്നെ ഫുഡ് കഴിക്കുക. ഫുഡ് ഞാൻ രാത്രി ഇവിടുന്ന് പോകുമ്പോൾ കഴിച്ചിട്ട് പോകും കുറച്ച്. പിന്നെ നമ്മൾ ടിഫിനിൽ എടുക്കുകയും ചെയ്യും. പിന്നെ അലക്കാനും കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു പോണ സമയത്തും ഫ്രഷ് ആവും. വന്നാലും ഫ്രഷ് ആവും, പോണ സമയത്തും ഫ്രഷ് ആവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇട്ട ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ ഉള്ള കുറച്ച് ദിവസത്തെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊന്നും അലക്കിയിട്ടില്ല. അതൊക്കെ ഇനി ഓഫ് ഡേ കിട്ടുമ്പോൾ അലക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൽ നിന്ന് ഇപ്പം ഞാൻ ഡെയിലി ഇടുന്ന ഡ്രസ്സ് അലക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കിയിട്ട് അത് തീർക്കും. അങ്ങനെ തീരുന്നൊക്കെ അങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യൽ. ഇവിടെ ഈവനിങ് 5:50 ഒക്കെ ആകുമ്പോഴത്തേനും ചായ തരും. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ. ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ അവിൽ കൊടുന്ന കാരണം അവിലും ചായയും അങ്ങനെയാണ് കഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മെസ്സിലിരുന്നിട്ട് ചായ കുടിക്കുക. പക്ഷേ എൻ്റെ ഡെയിലി ഞാനിരിക്കുന്ന സ്പോട്ട് പറയുന്നത് ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിൽ അലക്കുന്ന സ്ഥലത്തൊരു കുറച്ചൊരു സ്പേസ് ഉണ്ട്. അവിടെ ഫുള്ള് ഈ ഒരു കാടൊക്കെ ആയിട്ട് അങ്ങനെയാണ്. കുറേ പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി, ഇടണ്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്കെന്തോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു ഫീലിങ് ഇത് കണ്ടപ്പോൾ. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ഇല്ലാത്തതിനെ കൊണ്ട് ഒരു വൈബില്ല. കാരണം അതിന് പറ്റിയ ആക്സസറീസോ പ്ലേസോ ഒന്നുമല്ല. പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ എടുത്താണ്. പിന്നെ അതിലൊരു കമൻറ്റ് കണ്ട് ഇങ്ങനെ ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്ന്. അപ്പോൾ ഇത് ഞാൻ പക്ക അതുപോലെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണോ അങ്ങനെ, അതൊന്നും മോഡിഫൈ ചെയ്യാതെ ഒന്നും അങ്ങനെ എടുത്താണ്. ഒന്നും പെർഫെക്റ്റ് ആക്കി വെക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. കാരണം ഒന്നാമത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാൻ വന്ന അന്ന് പോയതാണ്. പിന്നെ എനിക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വരും, കിടന്നുറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഒരു ഡേ ആണത്. അങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ പ്രയറുണ്ട്. പ്രയറിന് പോയി കുറച്ച് സമയം അരമണിക്കൂർ അവിടെ നിൽക്കും. അപ്പം തന്നെ ആവും 7 മണി 7:15. പിന്നെ 7:30 രാത്രി ഫുഡ്. ഇവിടെ ഫുഡ് ടൈം എന്ന് പറയുന്നത് 7 to 8 ആണ്. 1 അവറിൻ്റെ ഉള്ളിൽ നമ്മളെ ബാച്ചെല്ലാവരും ഫുഡ് കഴിക്കണം. അങ്ങനെ പ്രയർ കഴിഞ്ഞ് വന്നാൽ നേരെ പോകുന്നത് ഫ്രഷ് ആവാനാണ്. ഫ്രഷായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കിയിട്ടിടുന്ന ആ സ്റ്റെയർ കേസിൽ തന്നെയാണ്. നമ്മൾ ബാത്റൂമിൽ നിന്ന് അലക്കുന്ന സമയത്ത് ഇവിടെ ഹോസ്റ്റലിനുള്ളിലിടും, ഇല്ലാത്ത സമയത്ത് പുറത്തിടും. പിന്നെ അത് അവിടെ പട്ടിസാറൊക്കെ ഉണ്ട് കേട്ടോ, നേരത്തെ കണ്ടില്ലേ. അപ്പം അത് കുറേ ഡ്രസ്സൊക്കെ കടിച്ച് കീറി വലിച്ച് ഇടും. എൻ്റെ ഒരു യൂണിഫോമിൻ്റെ പാൻറ്റും ടോപ്പും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അകത്തും പുറത്തും എല്ലായിടത്തും പട്ടികളാണ്. ഞങ്ങളല്ല, ശരിക്കും പട്ടികളുണ്ട്.
പിന്നെ ഞാൻ MICUലാണ്. ICUലായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തണുപ്പാവില്ല. അപ്പോൾ പോകുമ്പോൾ മോയ്സ്ചറൈസറും പിന്നെ അതുപോലെ തന്നെ ബോഡി ലോഷനും പിന്നെ ലിപ് ബാമും ഒക്കെ കൊണ്ടുപോകലുണ്ട്. പിന്നെ സോക്സ് മസ്റ്റാണ്, കാരണം ഭയങ്കര തണുപ്പാവും, നമുക്ക് പറ്റില്ല, അത്രയും തണുപ്പാവും. അപ്പോൾ ഞാൻ അതൊക്കെ ക്യാരി ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ പൊട്ടി പൊളിഞ്ഞ ടാഗൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കും, കാരണം അതിൽ ഈ കോളേജിൻ്റെ പേരുണ്ട്. കാരണം അതെനിക്ക് പബ്ലിഷ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഞാൻ പബ്ലിഷ് ചെയ്യും, ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിയട്ടെ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ പറ്റിയിട്ട്. അങ്ങനെ ഇനി അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. ഇറങ്ങി കഴിഞ്ഞാൽ ഞാനത് പറയുന്നതായിരിക്കും. ഇന്നെപ്പോലെ ഇനി ആരും ഇവിടെ വന്നിട്ട് പെടരുത്. പിന്നെ എല്ലാം റെഡി ആയിട്ട് ഫ്രഷായി റെഡിയായി സെറ്റായിട്ട് താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതായിരിക്കും. ഇത് എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.